ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഒരു ലെമണാണ്. ആ ലെമൺ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കുറച്ച് ഹാർഡായതുകൊണ്ട് തന്നെ നമുക്കത് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വരുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ നമ്മൾ ആവശ്യത്തിന് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ വരുന്നത് മൈദയാണ് കേട്ടോ. മൈദയും കുറച്ച് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ബാറ്റർ ശരിയായിട്ട് വരും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ബാറ്റർ ചെയ്തെടുക്കണം. പിന്നെ ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം മല്ലിയില, ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇതിന് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. പിന്നെ വരുന്നത് കൊല്ലമുളകാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിനുശേഷം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് കണ്ടോ, കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതുകൊണ്ട് ആദ്യം സവോള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സൈഡിൽ ഞാൻ കുറച്ച് എടുത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, ചിക്കൻ ഓയിലിൽ വറുത്തെടുത്തതാണ്, വറുക്കാനായിട്ട് ഇടുന്നതാണ്. മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ അതിലേക്ക് ഓയിലിലേക്ക് ഇട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്യണ്ട. ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമുക്കൊരു ചിക്കൻ മഞ്ചൂരിയനൊക്കെ ശരിക്കും ഒരു സോഫ്റ്റ്നെസ് കറക്റ്റ് നല്ല കഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു ചിക്കനൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ടോ, എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിൽ മതി. ഈ ഒരു പാകത്തിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. പാനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഓയിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ എടുത്ത് അരച്ച് വെച്ചിട്ടുള്ള, അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കാരണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സവോളയാണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ, നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊല്ലമുളകിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വരുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സോസുകളാണ് വരുന്നത്: ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, പിന്നെ ഗരം മസാല. ഇത്രയാണ് പൊടികൾ ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വരുന്നത് ചില്ലി സോസാണ്, അതും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ടൊമാറ്റോ സോസ്, അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഗരം മസാല,
അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കനാണ് ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നേരം കൊണ്ട് കോൺഫ്ലവറാണിത്. ഇത് സാധാ തിളപ്പിച്ചാറിയ വെള്ളത്തിലൊന്നിട്ടിട്ട് ഒരു ലിക്വിഡ് രൂപത്തിൽ നമുക്ക് വേണം. കാര്യം എന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ എടുക്കൂലേ, കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് കോൺഫ്ലവർ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടത്. അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് പച്ചമുളകും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ സവാളയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റത്തെ ഗാർണിഷിംഗ് ആണ്. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പാനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ അടി പിടിക്കാണ്ടിരിക്കാനും നമുക്ക് ഈസി ആയിട്ടും എല്ലാം കൊണ്ടും പാനിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഓയിലാണെങ്കിലും നമുക്ക് ഓവറായിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല പാനിലാണെങ്കിൽ. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ചപ്പാത്തിയിലൂടെയോ പൊറോട്ടയോ റൈസ് അങ്ങനെ പല ഇതിൽ വേണമെങ്കിലും സൂപ്പറാണ്. ഇപ്പം ഞങ്ങൾ ചപ്പാത്തിയിലൂടെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.